എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നുള്ളത് പാത്തുംപാറ വെള്ളച്ചാട്ടത്തിലാണ് കേട്ടോ, പാത്തുംപാറ വെള്ളച്ചാട്ടം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് പാത്തുംപാറ വെള്ളച്ചാട്ടമാണ്. നമ്മൾ ഗൂഗിളിൽ കാണുന്ന പോലെയുള്ള ഒരു വെള്ളച്ചാട്ടമല്ല കേട്ടോ, ഇതൊരു വ്യത്യസ്തമായ ഒരു വെള്ളച്ചാട്ടമാണ്. അത്ര വലിയ ഇങ്ങനെ ചാടി മറിയുന്ന വെള്ളച്ചാട്ടമൊന്നുമല്ല, എന്നാൽ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു ടൈപ്പ് വെള്ളച്ചാട്ടം. ഇത് ഇങ്ങോട്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് ഗൂഗിൾ മാപ്പിൽ കണ്ട് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഭയങ്കര കാട് കയറി കിടക്കുന്നതാണ്, അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ ഒന്ന് പോകാൻ വേണ്ടി ട്രൈ ചെയ്തു, പക്ഷേ അങ്ങോട്ട് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ചതാണ്. ഇപ്പം അതുകൊണ്ട് വേറൊന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ ഇറങ്ങാൻ സാധിക്കും. ഇതിലെ ആൾക്കാരൊക്കെ വന്ന് കുളിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കടയിൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇവിടെ ആരും അങ്ങനെ ഇവിടെ ഇതൊരു എന്താ പറയുക, ടൂറിസ്റ്റുകൾ വരുന്ന രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ അങ്ങനെ അറിയപ്പെടുന്നൊന്നുമില്ല. ഇവിടെയുള്ള ആൾക്കാർ വന്ന് കുളിക്കുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു നടപ്പ് വഴിയുണ്ട്. വേറെ നല്ലൊരു വെള്ളച്ചാട്ടം അവിടെ, അതായത് ഇവിടെ തന്നെയുണ്ട്, ഈ ഒരു സ്ഥലത്ത് തന്നെയുണ്ട്. പക്ഷേ ആ വെള്ളച്ചാട്ടം അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല, മൊത്തം കാട് കയറി കിടന്നാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്, അതുകൊണ്ടാണ് അങ്ങോട്ട് ആ വീഡിയോ ഞങ്ങൾ എടുക്കാതിരുന്നത്. അപ്പോൾ വന്ന വഴി ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിലാണ് ഈ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. നമ്മൾ അങ്ങോട്ട് പോവാം കേട്ടോ. ചെറിയൊരു വഴിയുണ്ട്, നടപ്പ് വഴി. സൂക്ഷിച്ചവിടെ കണ്ണാടി. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ വരാൻ പറ്റിയതാണ്. വെള്ളച്ചാട്ടമൊന്നുമല്ല, ഇതൊരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാറപ്പുറത്തോടെ ഒഴുകുന്നു, അത്രേ ഉള്ളൂ. മഴയുടെ സമയത്ത് മാത്രമേ ഇത് ഉണ്ടാകത്തുള്ളൂ. വേനൽക്കാലത്ത് നിങ്ങളിത് കണ്ടിട്ട് എത്രയും അട്രാക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ വരരുത്, കാരണം വേനൽക്കാലത്ത് ഉണ്ടാവില്ല. വേനൽക്കാലത്ത് വെറും പാറ മാത്രമായിരിക്കും, വെള്ളം ഒഴുകി. ഒരു മഴയുടെ സമയത്ത് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന അത്രയേ ഉള്ളൂ. ഇപ്പൊക്കെ വരുവാണെങ്കിൽ പിള്ളേരൊക്കെ ഒത്ത് ആകാവുന്നേ ഉള്ളൂ. നല്ല അവിടെ ഓടി പാത്തൻപാറ വെള്ളച്ചാട്ടം എന്നാണ് മറ്റേ GPS-നകത്ത് കൊടുത്തേക്കുന്നത്, ഗൂഗിളിനകത്ത് കൊടുത്തത്. ലൊക്കേഷൻ നമ്മൾ നിയർ ടൂറിസ്റ്റ് പ്ലേസൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേങ്കിൽ ഇതൊരു വെള്ളച്ചാട്ടമൊന്നുമല്ല, ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാരലായിട്ട് ഇതിനിങ്ങനെ ഒഴുകുന്നു, പാറയെക്കൂടെ ഇങ്ങനെ ഒഴുകുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി അങ്ങനെ ഒഴുകി പോകുന്നു. അപ്പോൾ ഇവിടെ പിള്ളേർക്കൊക്കെ ഇറങ്ങാനും ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോ വേനൽക്കാലത്ത് കണ്ടിട്ട് ഇത്രയും ഭംഗിയുണ്ടെന്ന് വിചാരിച്ച് ഇവിടെ വരരുത്. ചിലപ്പം വേനൽക്കാലത്ത്, ചിലപ്പോഴല്ല വേനൽക്കാലത്ത് വെറും പാറ മാത്രമായിരിക്കും, വെള്ളം ഉണ്ടാകത്തില്ല. തട്ടായിട്ടാട്ടോ, ഇവിടെ ഒരു തട്ട്, അവിടെ ഒരു തട്ട് വെള്ളം, അവിടെ ഒരു തട്ട് വെള്ളം, അതിൻ്റെ താഴെ ഒരു തട്ട്, അതിൻ്റെ താഴെ ഒരു തട്ട്, പിന്നെ അങ്ങനെ ഒഴുകി പോവുക കേട്ടോ. പിന്നെ അടുത്ത തട്ട് അറബിക്കടലിലായി. പാറയ്ക്കൊക്കെ നല്ല വഴുക്കല, തെന്നല്, നല്ല കങ്ങല. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ എന്തെങ്കിലും വല്ല കുഴിയുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കുഴിയുണ്ടോയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും വെള്ളം. താഴേക്ക് അങ്ങനെ പറയുന്നില്ല. എന്താണെങ്കിലും ഇവിടെ വരുന്നവർ ഏതൊരു വെള്ളച്ചാട്ടത്തിൽ പോയാലും നമ്മൾ കെയർഫുള്ളായിട്ട് ഇരിക്കുക. ഏതൊരു വെള്ളം ഒഴുകുന്ന സ്ഥലത്താണെങ്കിലും താഴ്വശം കാണുന്നില്ല എങ്കിൽ അത് ചിലപ്പോൾ ഡേഞ്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിട്ടിരിക്കുക ഇറങ്ങുമ്പോഴൊക്കെ. അങ്ങോട്ടാ
മഴയുടെ സമയമായിട്ട് നല്ല തെങ്ങായിരിക്കും. എല്ലാ സ്ഥലങ്ങളിലും ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കാം. മഴയുടെ സമയമാണ്, പിന്നെ വെള്ളം ഒഴുകി ഭയങ്കര തെങ്ങായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ വീട് ഇവിടെ തെന്നിയടിച്ച്, അതുപോലെ വീടാനുള്ള സാധ്യത ഇതാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടമല്ല, പറഞ്ഞ് വീണ്ടും തെറ്റിപ്പോയി. വെള്ളച്ചാട്ടമല്ല കേട്ടോ. വെള്ളം ഇങ്ങനെ പാറപ്പുറത്ത് തുടങ്ങിയാൽ ഒഴുകുന്നു. പക്ഷേങ്കിൽ ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ട്, കാണാനൊക്കെ ഭംഗിയാണ്. പിള്ളേർക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലം ഇതാ കേട്ടോ, താഴെയല്ല. അതുകൊണ്ട് അമ്മയുടെ നല്ല ഒഴുകിപ്പോയാലും അവിടെ തട്ടി പോലെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാം കേട്ടോ. അങ്ങനെ ഇവിടുത്തെ വെള്ളച്ചാട്ടമല്ല, വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. വെറുതെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുക. അപ്പോൾ ഇതൊരു വെള്ളച്ചാട്ടമായിട്ട് ഇതിനെ കണക്ക് കൂട്ടാൻ പറ്റില്ല കേട്ടോ. പക്ഷേങ്കിൽ ഇവിടെ വന്നിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നല്ലൊരു സ്പോട്ടാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാവുന്നതാണ്, എൻജോയ് ചെയ്യാവുന്നതാണ്. ഫാമിലിയൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഫാമിലിയൊക്കെ ആയിട്ട് വലിയ രീതിയിൽ വെള്ളച്ചാട്ടം ചോദിച്ചു വരരുത്, ഒന്നുകൂടി പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സ്ഥലമായി വീണ്ടും കാണാം. അതുപോലെ ഒന്നുകൂടി പറയട്ടെ, ഒരു കാര്യം കൂടി പറയട്ടെ. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തെ കുറിച്ച് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ വിസിറ്റ് ചെയ്ത് ആ സ്ഥലത്തിലുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് എക്സൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത സ്ഥലമായിട്ട് വീണ്ടും കാണുന്നവരെ പോകുന്നതുണ്ടോ. ഇതന്നെ കാർമേഘം പോകുന്നതോ. ഇവിടുന്ന് കിട്ടിയ ഒരു വ്യൂ കേട്ടോ. കാർമേഘം അല്ലേ അത്.